ദശകം 13 ശ്ലോക 7. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തദകമായ ചക്രേ വിദദഗനരോഷാന്തമനസം ഗരിഷ്ടാഭിः മുഷ്ടിപ്രകൃതിഭിः അഭിഘ്നന്തം അസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഃ. ഭവചക്ര ഭഗവാന്റെ സുദർശന ചക്ര, ജ്യോതിഷ്കണലവ തീപ്പൊരികളുടെ ആ ഒരു പ്രഭ കൊണ്ട്, വിദുതേ അങ്ങനെ തട്ടിപ്പറന്നു പോയിട്ട്, തതഹ അനന്തരം, മായാചക്രേ അസുരന്റെ മായകളൊക്കെ, വിതത അവ തവിടു പൊടിയാക്കിക്കൊണ്ട്, ഘന വിഷമത്താൽ, രോഷാന്ത കോപത്താൽ ഇരുട്ടായി മാറിയ, മനസം മനസ്സോടെ, ഗരിഷ്ടാഭിഹി വലിയ ശക്തിയോടുകൂടി, മുഷ്ടിപ്രകൃതിഭിഹി മുഷ്ടിപ്രഹരം നന്നായി, അഭിഘ്നന്തം ഭഗവാനാൽ ഏൽപ്പിക്കുകയും, അസുരം അസുരനെ സ്വ തൻ്റെ പാദാങ്കുഷ്ടേന കാലിൻ്റെ ഒരു പെരുവിരൽ കൊണ്ട്, ശ്രവണ ചെവിക്കുറ്റി നോക്കിയിട്ട്, പദമൂലെ ആ സ്ഥലത്ത്, നിരവ നല്ലൊരു ദീഹി അടി കൊടുക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിൽ നമ്മൾ ഹിരണ്യാക്ഷവധത്തെ കുറിച്ചാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് ആ ഭഗവാന്റെ ആ ഒരു സുദർശന ചക്രവും ആ ഭഗവാന്റെ ആ ഒരു അവതാരത്തെയും കണ്ട് നിലതെറ്റിപ്പോയ ഹിരണ്യാക്ഷൻ എന്തു ചെയ്തു? ആ ഭഗവാന്റെ സുദർശന ചക്രത്താൽ തീപ്പൊരികളുടെ ആ പ്രഭ കൊണ്ട് എല്ലാം തവിടുപൊടിയാകുന്നത് കണ്ടിട്ട്, അസുരൻ തൻ്റെ മായകളൊക്കെ പ്രവർത്തിക്കുകയും അത് ഒന്നും ഏൽക്കാതെ വന്നത് കണ്ട്, ആ ഒരു വിഷമം കൊണ്ട്, ആ ഒരു കോപം കൊണ്ട് മനസ്സ് മുഴുവൻ ഇരുട്ടായി മാറുകയും, അങ്ങനെ ആ ഒരു അസുരൻ വളരെ ശക്തമായി മുഷ്ടിപ്രഹരം ഭഗവാനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാൻ ആ അസുരന്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് നല്ല ഒരു അടി വെച്ചു കൊടുക്കുകയും ചെയ്തു. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തതോ മായാചക്രേ വിദദഗനരോഷാന്തമനസം ഗരിഷ്ടാഭിമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്തം അസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.